الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും മരണപ്പെടുവാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഓതിവെച്ച വചനം ഏറെ സുപരിചിതമാണ്. സൂറത്തുൽ ഖുറൈശിലെ അവസാനത്തെ 2 വചനമാണ്. ചരിത്രപരമായി ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് പ്രവാചകനായി അവരിൽ നിയോഗിതനായി അവരെ സംസ്കരിച്ച് ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിന് മുമ്പ് വിശ്വാസപരമായി മാറ്റത്തിന് വിധേയരാക്കി മാറ്റം വരുത്തുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം, ശണ്ട, കലാപം, കലഹം, രക്തം ചിന്തൽ തുടങ്ങിയിട്ടുള്ള അസമാധാനം, അസ്വസ്ഥത, അശാന്തി. മറുഭാഗത്ത് മറ്റ് ഭാഗങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന്, ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്ന ഭയം, അതോടൊപ്പം തന്നെ കഠിനമായ പട്ടിണി, വിശപ്പ്, ഇങ്ങനെ ഒരുപിടി കാര്യങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടിരുന്നു അവർ. പ്രവാചകൻ വന്നതിന് ശേഷം അവരിലുണ്ടാക്കിയ മാറ്റം, ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകാതെ വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുറൈശികളെ മാത്രം നിർദ്ദേശിച്ച ഒരു നിർദ്ദേശം എന്ന നിലയിലാണ് ഈ 2 വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റഹിലത്തശ് ശിതാഇ വസ്സൈഫ്, ഇതാണ് ഇതിന്റെ തൊട്ടു മുമ്പുള്ള വചനങ്ങൾ. ഖുറൈശികളെ ഇണക്കിയതിന് വേണ്ടി, ശൈത്യകാലത്തെയും വേനൽക്കാലത്തെയും അവരുടെ കച്ചവട യാത്രയിൽ അവർക്ക് ഇണക്കമുണ്ടാക്കിയതിന് വേണ്ടി എന്ന് പറഞ്ഞതിന് ശേഷം, ആ അനുഗ്രഹത്തെ എടുത്തു പറഞ്ഞതിന് ശേഷം അവരോട് പറയുകയാണ്, ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ രക്ഷിതാവിനെ അവർ ആരാധിക്കണം. ആ ഭവനവും ഖുറൈശികളും തമ്മിലുള്ള ബന്ധം വളരെ വലുതായിരുന്നു എന്ന് നമുക്കറിയാം. ജീവനിലുപരി അവർ സ്നേഹിച്ചതാണ് ആ ഭവനം.
ആ ഭവനത്തിന്റെ രക്ഷിതാവ് നിയോഗിച്ചയച്ച ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ രക്ഷിതാവിനെയാണ് അവർ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് ആ രക്ഷിതാവ്? അല്ലദീ അത്അമഹും മിൻ ജൂ', അവർക്ക് വിശപ്പിന് പരിഹാരമായി ഭക്ഷണം നൽകിയവൻ അവനാണ്. വആമനഹും മിൻ ഖൗഫ്, എല്ലാവിധത്തിലുള്ള ഭയത്തിൽ നിന്നും നിർഭയത്വം നൽകുകയും ചെയ്തത് അവനാണ്. ആ റബ്ബിനെ അവർ ആരാധിക്കണം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ ഒരു പുതിയ ദൈവത്തെ തന്നിട്ട് ആരാധിക്കാൻ പറയുകയല്ല എന്ന് വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിയ ഭാഗമാണ്. ഞാനിപ്പോൾ ഇത് ഉദ്ധരിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ കാരണം, ഭയരഹിതരായി ജീവിക്കാൻ കഴിയുക എന്നത് ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാനപരമായ അവകാശമാണ്, അത്യാവശ്യമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല. മനസ്സും ശരീരവും വീടും കുടുംബവും നാടും നാട്ടുകാരും രാജ്യവും രാജ്യത്തെ മുഴുവൻ പൗരന്മാരും അവരുടെ ചുറ്റുപാടും എല്ലാം സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും ഉള്ളതാവുക എന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല, നിസ്സാരമായി ഗണിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ എല്ലാവർക്കും ആ സുരക്ഷിതത്വവും നിർഭയത്വവും ഉറപ്പുവരുത്തുക എന്നത് ആരാണോ ഒന്നിന്റെ നാഥനായി, ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന്റെ നാഥൻ, ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനയുടെ തലപ്പത്ത് വരുന്നവർ, ഒരു ചെറിയ പഞ്ചായത്താണെങ്കിൽ ആ പഞ്ചായത്തിന്റെ അധികാരി, ഒരു സംസ്ഥാനമാണെങ്കിൽ ആ സംസ്ഥാനത്തെ ഭരണാധികാരി, ഒരു രാജ്യമാണെങ്കിൽ ആ രാജ്യത്തെ ഭരണാധികാരി, അങ്ങനെ ആരാണോ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ അവരുടെ വലിയ ബാധ്യതയാണ് ആ സുരക്ഷിതത്വവും നിർഭയത്വവും ആ സമൂഹത്തിൽ ആ നാട്ടിൽ നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളത്. അതിന് വരുന്ന ഏത് തരത്തിലുള്ള പ്രയാസവും ആ നാടിന് കുഴപ്പമല്ലാതെ മറ്റൊന്നും സൃഷ്ടിക്കുകയില്ല എന്നുള്ളത് വളരെ സുവ്യക്തമായ കാര്യമാണ്. നിർഭയത്വമാണ് എപ്പോഴും വ്യക്തികൾക്ക് വേണ്ടത്, കുടുംബത്തിന് വേണ്ടത്, സമൂഹത്തിന് വേണ്ടത്, രാജ്യത്തിന് വേണ്ടത്. പരിശുദ്ധ ഇസ്ലാം ഇക്കാര്യത്തിൽ വളരെ ഊന്നൽ നൽകുന്ന ഒരു സന്ദേശമാണ്. ഒരിക്കലും അത് കലാപവും ഫസാദും ഫിത്നയും അല്ല അത് ലക്ഷ്യം വെക്കുന്നത്, മറിച്ചത് സമാധാനവും ശാന്തിയും നിർഭയത്വവുമാണ് എപ്പോഴും ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാര്യം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം മാത്രം മതി അതിന് തെളിവായി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിർഭയത്വം എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹത്തെ, തദടിസ്ഥാനത്തിലുള്ള മനുഷ്യ ജീവിതത്തെ, അവന്റെ ആരോഗ്യത്തെ, അവൻ പട്ടിണിയില്ലാതെ ജീവിക്കുന്നതിനെ ഒക്കെ കൂട്ടി ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വചനമുണ്ട്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബിഹി. അവൻ എവിടെയാണോ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്ത് അവൻ നിർഭയനായി തീരാൻ കഴിയുക. മുആഫൻ ഫീ ജസദിഹി, അവന്റെ ശരീരത്തിന് സൗഖ്യവും ആരോഗ്യവും ഉണ്ടാവുക. ഇൻദഹു ഖൂത്തു യൗമിഹി, അന്നത്തെ ആഹാരം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവന് ലഭിക്കുക എന്നത് ഉണ്ടായാൽ, മൂന്ന് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, എവിടെയാണോ താമസിക്കുന്നത് ആ താമസ സ്ഥലത്ത് നിർഭയത്വം ഉണ്ടാവുക. രണ്ട്, ശരീരത്തിന് ആരോഗ്യവും സൗഖ്യവും ഉണ്ടാവുക. മൂന്ന്, അന്നത്തെ ആഹാരം യാതൊരു അല്ലലും അലട്ടുമില്ലാതെ കൃത്യമായി ലഭിക്കുക. ഈ മൂന്ന് കാര്യം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ അത്തരക്കാരെ കുറിച്ച് വിലയിരുത്തി പറഞ്ഞത് ഫകഅന്നമാ ഹീസത് ലഹുദ്ദുനിയ. ഈ മൂന്ന് കാര്യം ഒരാൾക്ക് ലഭിക്കുന്നുവോ അവന് ലോകം മുഴുവനും കിട്ടിയവനെ പോലെയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പ്രവാചകൻ ഊന്നിപ്പറഞ്ഞത്. അതിൽ ആദ്യം പറഞ്ഞത് എവിടെയാണോ അവൻ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്ത് അവന് നിർഭയത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത് ആരോഗ്യമുണ്ടാവുക എന്നുള്ളത്. മൂന്നാമത്തത് പട്ടിണി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇത് മൂന്നും മതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. എങ്കിൽ അവൻ ഈ ലോകം മുഴുവനും കിട്ടിയതിന് സമാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ഈ മഹത്തായ ഇസ്ലാമിന്റെ സന്ദേശം, തത്വം ആ രംഗത്ത് എന്താണ് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത് തന്നെയാണ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്
എന്ന സൂറത്തുൽ ഖുറൈശിലെ ആ പ്രയോഗവും എന്ന് നാം മനസ്സിലാക്കുക. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നിർഭയനായി അവന് ജോലി ചെയ്യാൻ കഴിയണം, ഉപജീവന മാർഗം തേടാൻ കഴിയണം, ശത്രുക്കളിൽ നിന്ന് അവന് സുരക്ഷിതത്വം ലഭിക്കണം, അവൻ വിശ്വസിക്കുന്ന വിശ്വാസവും ആചാരവും ആരാധനാ കർമ്മങ്ങളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും നിർഭയത്വത്തോടെ കൈകാര്യം ചെയ്യാനും കൊണ്ടു നടക്കാനുമുള്ള സ്വാതന്ത്ര്യം അവന് ലഭ്യമാകണം. അതുപോലെ തന്നെ ശാന്തിയും സമാധാനവും നിറഞ്ഞ കുടുംബം അവനുണ്ടാകണം. വിദ്യാഭ്യാസ മേഖല ശാന്തിയും സമാധാനവും നിറഞ്ഞതാകണം. അതുപോലെ തന്നെ അവൻ എവിടെയാണോ തൊഴിലെടുക്കുന്നത് ആ തൊഴിലിടങ്ങളും അതുപോലെ സമാധാനവും നിർഭയത്വവും ഉള്ളതായി തീരേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള ഒരവസ്ഥ ഇല്ലാതെ വരുമ്പോഴാണ് അസമാധാനവും അരക്ഷിതാവസ്ഥയും അരാജകത്വവും തമ്മിൽ കലാപവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമൊക്കെ സംജാതമാവുക. അതിന് മൂപ്പ് കൂട്ടുന്ന നിലയിൽ ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ വിഷം ചീറ്റുന്ന വാക്കുകൾ കൂടി പറഞ്ഞു വെച്ചാൽ പിന്നെ പറയേണ്ടി വരില്ല. അതാണ് ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം. മനുഷ്യന് മാർഗദർശകരായ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ എപ്പോഴും ഈ നിർഭയത്വത്തിന്റെയും സമാധാനത്തിന്റെയും രംഗത്ത് വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നവരായിരുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരുപാട് പ്രാർത്ഥനകൾ, ഇനി ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഹജ്ജ് സീസൺ വരാൻ പോവുകയാണ്, ഒരുപാട് നമ്മൾ കേൾക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത് ഇബ്രാഹിം നബിയും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ആ പ്രാർത്ഥനകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് ആ വാചകം മാത്രം ഒന്ന് ഉണർത്തട്ടെ. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭം എന്താണ്? ആ പ്രാർത്ഥന റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, എന്റെ രക്ഷിതാവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണമേ. മക്കയെ കുറിച്ചാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ പ്രാർത്ഥന. ആ പ്രാർത്ഥന അച്ചിട്ട പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ആ പ്രദേശത്തെത്തുന്നവൻ നിർഭയനാണ്. ഫമൻ ദഖലഹു കാന ആമിന. ആരാണോ പരിശുദ്ധ കഅബയുടെയും പരിസരത്തും ഹറമിലും എത്തിച്ചേരുന്നത് അവൻ നിർഭയനാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഈ പ്രാർത്ഥനയുടെ പിൻഫലമാണ്, അല്ലെങ്കിൽ അതിന്റെ ഫീഡ്ബാക്ക് ആണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പൊ പ്രവാചകന്മാർ ഇഷ്ടപ്പെട്ടത് ശാന്തിയാണ്, സമാധാനമാണ്, നിർഭയത്വമാണ്. അത് ഇല്ലാതാക്കുന്ന ഏതൊരു കാഴ്ചപ്പാടിനോടും നമുക്കാർക്കും യോജിക്കാൻ കഴിയുകയില്ല. തന്നെയുമല്ല, മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയെയും മദീനയെയും പ്രവാചകൻ സ്നേഹിക്കുകയും ആ രണ്ട് പ്രദേശത്തിനു വേണ്ടിയും പ്രവാചകൻ അവിടുത്തെ നിർഭയത്വത്തിനു വേണ്ടിയും അവിടെ സുഭിക്ഷമായി ആഹാരം ലഭിക്കുന്നതിന് വേണ്ടിയും അവിടുത്തെ ജനങ്ങളുടെ സർവ്വവിധത്തിലുള്ള സുഭിക്ഷതയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പ്രവാചകന്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രവാചകൻ അത്രയേറെ സ്നേഹിച്ചിരുന്നു മക്കയെ, ജനിച്ചു വളർന്ന മക്കയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിക്കക്കള്ളിയില്ലാതെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മക്ക വിട്ടു പോകേണ്ട ഘട്ടം വന്നപ്പോൾ മക്കയുടെ ബോർഡറിൽ എത്തി നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്ന് മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞ പറച്ചിലുണ്ടല്ലോ, നീയാണ് എനിക്ക് ഈ ഭൂമുഖത്ത് ഏറ്റവും, ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീയാണ്, മക്കയാണ്. പക്ഷേ ഈ ജനത എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമായിരുന്നില്ല എന്ന് പറയുന്ന ആ രാജ്യസ്നേഹത്തിന്റെ, ജന്മനാടിനോടുള്ള കൂറിന്റെ ആ കൂറ് തന്നെയാണ് എവിടെ ജീവിക്കുന്ന മുസൽമാന്റെയും സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കാൻ അതിനെ വിമർശിക്കുന്നവർ തയ്യാറാകണം എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആരും ചോദ്യം ചെയ്യരുത് മുസൽമാന്റെ രാജ്യക്കൂറിനെ, മുസൽമാന്റെ രാജ്യസ്നേഹത്തെ, മുസൽമാന്റെ രാജ്യത്തോടുള്ള തൃപ്തിയെ ഒരിക്കലും ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത്രമാത്രം രാജ്യസ്നേഹം എന്ന് പറയുന്നത് അവനുമായി ഇടകലർന്ന് ഉള്ള സംഗതിയാണ്, ഇടപഴകുന്നതാണ്, അവന്റെ രക്തത്തിൽ കലർന്നതാണ്, അവന്റെ ജീവനിൽ കലർന്നതാണ്. അതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചെന്ന്. രാജ്യത്തിന്റെ നിർഭയത്വത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടുന്ന തേട്ടം അത് തന്നെയാണ് ഞങ്ങൾക്കും നമുക്കും വിശ്വാസ സമൂഹത്തിനും ഓരോ മുസ്ലിമിനും
ഈ രാജ്യത്തിന്റെ നിർഭയത്വത്തിന് വേണ്ടി പ്രയത്നിക്കുക, ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക എന്നുള്ള ഡ്യൂട്ടി അവർ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അല്ലാതെ ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അപ്പൊ ഈ നിർഭയത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് നിലനിന്ന് പോകണമെങ്കിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന് അള്ളാഹുവിൽ പങ്കുചേർക്കാതെയുള്ള ജീവിതമാണ്. അവിടെ നിർഭയത്വം ഉണ്ടാകും. അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വാസത്തിൽ ദുൽമ കലരാത്തവർ, ശിർക്ക് കലരാത്ത വിശ്വാസത്തിന്റെ ഉടമകളാരോ അവർക്ക് നിർഭയത്വമുണ്ട്, അവർ സന്മാർഗചാരികളായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. രണ്ടാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, കുറ്റമറ്റ ഇസ്ലാമിക ജീവിതം നാം നയിക്കുക. സുതാര്യമായ മതപ്രബോധനം കുറ്റമറ്റ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഇത് ചെയ്താൽ അള്ളാഹുവിന്റെ സഹായത്തിന് ആരെയും നാം നോക്കി നിൽക്കേണ്ട ആവശ്യം വരില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി, ഞാൻ കഴിഞ്ഞ ആഴ്ച കുറെ അധികം കാര്യങ്ങൾ പരാമർശിച്ചതാണ്. അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, പലരും പരസ്പരമുള്ള പ്രതിരോധത്തിന്റെ ശക്തിയെക്കുറിച്ച്, അതുകൊണ്ടുള്ള ഗുണത്തെക്കുറിച്ച് ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയ സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു ഒരു ഓഫർ നൽകുന്നുണ്ട്. അള്ളാഹുവിനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കും. എന്നിട്ട് പറയുന്നു, ആരാണ് അള്ളാഹുവിന്റെ സഹായത്തിന് അർഹരാവുക? അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, അവർക്ക് ഭൂമിയിൽ സ്വാധീനം ലഭ്യമായി കഴിഞ്ഞാൽ, നേരെ ചൊവ്വേ സ്വാതന്ത്ര്യത്തോടെ നിർഭയത്വത്തോടെ നിലനിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കും, അവർ സക്കാത്ത് കൊടുക്കും, നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും എന്നൊക്കെയുള്ള ആ സ്വഭാവങ്ങൾ എണ്ണി പറയുന്നത് ആ നിർഭയത്വം നിലനിൽക്കാൻ കരണീയമായിട്ടുള്ള കാര്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഒറ്റ കാര്യം മാത്രം, നിർഭയത്വവും സമാധാനവും ഏതൊരു പൗരന്റെയും അവകാശമാണ്. ഏതൊരു കുടുംബത്തിലും അതുണ്ടാകേണ്ടതുണ്ട്, ഏതൊരു സമൂഹത്തിലും ഉണ്ടാകേണ്ടതുണ്ട്, ഏത് രാജ്യത്തും ഉണ്ടാകേണ്ടതുണ്ട്. അതിന് തുരങ്കം വെക്കുന്ന നിലയിലുള്ള നീക്കങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഒരിക്കലും അസമാധാനത്തിന്റെയും അരാജകത്വത്തിന്റെയും വാക്താക്കളുമായി യോജിച്ചു പോകാൻ, മുന്നോട്ടു പോകാൻ വിശ്വാസ സമൂഹത്തിന് കഴിയില്ല എന്നുള്ള ഖണ്ഡിതമായ കാര്യമാണ് ഈ വചനങ്ങളും പ്രവാചകൻ പറഞ്ഞ ഒറ്റ വചനവും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 3 കാര്യങ്ങൾ ഓർത്തിണക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞത്: 1 നിർഭയത്വമുണ്ടാവുക, 2 ആരോഗ്യമുണ്ടാവുക, 3 പട്ടിണിയില്ലാതിരിക്കുക. ഈ 3 കാര്യവും ഉണ്ടായാൽ ഒരു മനുഷ്യൻ നേടുന്നത് ലോകം മുഴുവനുമാണ്, ദുനിയാവ് മുഴുവനുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ആ മഹത്തായ സന്ദേശം പൂർണ്ണമായും മനസ്സാ വാചാ കർമ്മണ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി സമാധാനത്തിന്റെയും ശാന്തിയുടെയും നിർഭയത്വത്തിന്റെയും കേന്ദ്രങ്ങളായി വർത്തിച്ചുകൊണ്ട് ഉത്തരവാദിത്വ നിർവഹണ രംഗത്ത് മുന്നോട്ടു പോയാൽ ഒരു സംശയവും വേണ്ട, പടച്ചതമ്പുരാന്റെ സഹായം ഉറപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ജീവിക്കുവാനും അവന്റെ സഹായം ആർജിച്ചെടുക്കുവാനും നമ്മയെല്ലാം തുണയ്ക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവൃത്തികളായി ജീവിക്കുക ഞാൻ ഉണർത്തുന്നു. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ്, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ്. കഴിഞ്ഞ ആഴ്ച കുറെ അധികം കാര്യങ്ങൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഉണർത്തുകയുണ്ടായി. ഈ വന്നിരിക്കുന്നവരുടെ നല്ലൊരു ശതമാനവും അവരുടെ സമ്മതിദാനാവകാശം ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയവരായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാത്തവരാരെങ്കിലും ഉണ്ട് എങ്കിൽ അവർ വോട്ട് രേഖപ്പെടുത്തി എന്ന് സ്വയം ഉറപ്പുവരുത്തുക എന്നുള്ളത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. അത്രയും നിർണായകമായ ഒരു രൂപത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. വിശിഷ്യ ഉത്തരവാദപ്പെട്ടവരുടെ നാക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷം ചീറ്റുന്ന ചില വാക്കുകളും പ്രയോഗങ്ങളും വല്ലാതെ വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഞാനെന്തിന്, അങ്ങനെ ആരെങ്കിലും വോട്ട് ചെയ്തോട്ടെ, ആരെങ്കിലും ജയിച്ചോട്ടെ, ആരെങ്കിലും ഭരിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു നിസ്സംഗതയുടെ മനസ്സാണ് നമുക്കെങ്കിൽ
തീർച്ചയായും വലിയ വിലയായിരിക്കും നമുക്ക് നൽകേണ്ടി വരിക. മിമ്പറിൽ നിന്നാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല. അത്രയേറെ ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഒരു ന്യൂനപക്ഷ സമൂഹത്തെ അരിക്ക് മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ, ഇന്ത്യ ഉയർത്തിപ്പിടിച്ച മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ബഹുസ്വരതയുടെയും ഒക്കെ എല്ലാ നല്ല മൂല്യങ്ങളെയും കളഞ്ഞുകുളിച്ച് കുഴിച്ചുമൂടി അവസാനം ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുവെങ്കിൽ നമുക്ക് ഈ ഇന്ത്യയെ തിരിച്ചു പിടിച്ചേ പറ്റൂ. മറ്റാരെക്കാളും വലിയ ബാധ്യത നമുക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെ നാം തീർച്ചയായും നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റണം. ആരെങ്കിലും അലസരായി നിൽക്കുന്നുവെങ്കിൽ അവർക്ക് ആ ബോധമുണ്ടാക്കി അവരെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകണം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് ഫറോവമാര് കഴിഞ്ഞുപോയി, ഒരുപാട് നമ്രൂദുമാര് കഴിഞ്ഞുപോയി, ഒരുപാട് കാറൂന്മാര് കഴിഞ്ഞുപോയി, അബൂജഹലുമാര് കഴിഞ്ഞുപോയി, കുരിശുപട കഴിഞ്ഞുപോയി, താർസാരികൾ കഴിഞ്ഞുപോയി. ഇതിനെയൊക്കെ നേരിട്ടും ഇതിനെയൊക്കെ അഭിമുഖീകരിച്ചും ഇതിനോടൊക്കെ പടവെട്ടിയും ഇതിനെയൊക്കെ അതിജയിച്ചുമാണ് ഇസ്സത്തോടെ ഈ ഉമ്മത്ത് ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരു നിരാശയുടെ കോണും നമ്മുടെ ഹൃദയത്തിൽ വേണ്ട, പ്രതീക്ഷയുടെ കിരണങ്ങളാകട്ടെ. ഒപ്പം ഈ പറഞ്ഞതുപോലുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനയും. അല്ലാഹു ഏറ്റവും വലിയവനാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള പ്രാർത്ഥന, ഇതിലൂടെയാണ് മുൻഗാമികൾ നീങ്ങിയത് എന്ന് നാം തിരിച്ചറിയുക. മാലിക്കുൽ മുൽക്ക് അല്ലാഹുവാണ്, അധികാരത്തിന്റെ ഉടമ അല്ലാഹുവാണ്. അവനാണ് ആർക്കാൻ അധികാരം കൊടുക്കുന്നതെന്ന് തീരുമാനിക്കുന്നത്. തൂത്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം നീ എടുത്തു കളയുന്നു. നാഥ, നീ സർവശക്തനാണ്. ഈ പ്രാർത്ഥന നമുക്ക് പറ്റാത്ത, നമ്മളെ വേണ്ട എന്ന് പറയുന്ന, നമ്മൾ നുഴഞ്ഞുകയറ്റക്കാരും നമ്മൾ പെറ്റുകൂട്ടുന്നവരും മറ്റുള്ളവരുടെ കൊള്ളയടിക്കുന്നവരുമാണെന്ന് പറയുന്നവർ വേണ്ട. ഈ രാജ്യത്തിന് ഭരിക്കാൻ തീരുമാനിക്കണം. ആ തീരുമാനം, പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. നീ ഉദ്ദേശിക്കുന്നവരെ നീ ഇസ്സത്തിലാക്കും, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യതയിലാക്കും. സർവശക്തനാണ് അല്ലാഹു. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥന നിർഭരമായ മനസ്സ് നീ ഉണ്ടാകട്ടെ നമുക്കെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാറ്റിനെയും അതിജയിച്ച് വിജയം വരിച്ച് മുന്നോട്ട് പോകുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനമുണ്ടായിത്തീരാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരു സഹോദരി ഓപ്പറേഷന് വിധേയായ വിവരം അറിയിക്കുകയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുകയും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ ശയ്യാവലംബികളായി ഹോസ്പിറ്റലിൽ ഐസിയുയിൽ കഴിച്ചുകൂട്ടുന്നവർ, അതുപോലെ തന്നെ മറ്റ് വളരെ തീവ്ര പരിചരണ വിഭാഗത്തിലൊക്കെ കഴിച്ചുകൂട്ടുന്ന ഒരുപാട് പേര് അവരുടെ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ബന്ധുമിത്രാദികൾ, ആരുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ അകറ്റിക്കൊടുക്കുമാറാകട്ടെ. എല്ലാ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ രാജ്യത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവ്വ അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് ഏവർക്കും ചൊരിഞ്ഞു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم لا تسلط علينا من لا يرحمنا يا أرحم الراحمين اللهم لا تسلط من لا يرحمنا يا أرحم الراحمين اللهم لا تسلط علينا من لا يرحمنا يا أرحم الراحمين اللهم كف أيدي الكافرين والمنافقين والظالمين والحاسدين والحاقدين عنا يا خفي الألطاف نجنا مما نخاف ونحذر اللهم فرق جمعهم وشتت شملهم يا رب العالمين اللهم إنا نجعلك في نحورهم يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار